ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓരോരുത്തരുടെ നെയിം തന്നിട്ടുണ്ട്, ഓരോരുത്തരുടെ സാലറീസും തന്നിട്ടുണ്ട്. ഈ ടേബിളിൽ നിന്ന് നമ്മളിപ്പോൾ അർജുൻ്റെ സാലറി എത്രയാണെന്നാണ് ഇപ്പോൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ഓരോരുത്തരുടെ സാലറി എത്രയാണ് ഓട്ടോമാറ്റിക്കലി വരിക എന്നാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ അർജുൻ്റെ സാലറി കാണാൻ നമ്മൾ ഈക്വൽ ടു വി ലുക്കപ്പ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. വി ലുക്കപ്പ് ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുക. വി ലുക്കപ്പ് പറഞ്ഞാൽ ഇനി ലുക്കപ്പ് വാല്യൂ ആണ്. ലുക്കപ്പ് വാല്യൂ എന്ന് പറയുന്നത് അർജുനാണ് സെലക്ട് ചെയ്യേണ്ടത്. നമ്മൾ കോമ കൊടുക്കുക. ഇനി ടേബിൾ എറേ ഫുൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ടേബിൾ എറേ എന്ന് പറയുന്നത് ഇതാണ് ടേബിൾ. അപ്പോൾ നമ്മളിത് ഫുള്ളായിട്ട് സെലക്ട് ചെയ്യാം. ഫുൾ സെലക്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കോമ കൊടുക്കണം. കോളം ഇൻഡെക്സ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. കോളം ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് ഈ ടേബിളിൻ്റെ എത്ര കോളംസ് ഉണ്ട്, 2 കോളമുള്ളത്, നെയിം കോളം, സാലറി കോളംസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2 കൊടുക്കുക, ആൻഡ് കോമ കൊടുക്കുക, ആൻഡ് ട്രൂ ആൻഡ് അപ്രോക്സിമേറ്റ് മാച്ച് കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അമർത്തുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 70,000 എന്ന് കിട്ടി. ഇനി നമുക്ക് അഞ്ജുവിൻ്റെ സാലറി കിട്ടണം വിചാരിക്കുക. നമ്മൾ 5 എന്ന് അടിച്ചു കൊടുത്തു. എൻ്റർ അമർത്തിയിട്ട് വെച്ചാൽ 5ൻ്റെ സോനയുടെ സാലറി കിട്ടണമെന്ന് വെച്ചാൽ സോനയാന്ന് അടിക്കുക, എൻ്റർ അമർത്തുക. അപ്പോൾ സോനയുടെ സാലറി എത്രയാണ്, 15,000. അപ്പോൾ വേണ്ട, 15,000ആണ്. ഇനി നമുക്ക് അമ്മുവിൻ്റെ സാലറി കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മു എന്ന് അടിച്ചാൽ മതി. അമ്മു അടിക്കുക, എൻ്റർ അമർത്തുക. അപ്പോൾ അമ്മുവിൻ്റെ സാലറി കിട്ടും. ഇനി സീമയുടെ സാലറി കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക, സീമ എന്ന് അടിക്കുക, എൻ്റർ അമർത്തുക. അപ്പോൾ നമുക്ക് സീമയുടെ സാലറി എത്രയാണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഒരു വലിയൊരു ഗിവൻ ടാറ്റ തന്നെയാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തരുടെ സാലറീസ് എത്രയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം ഈക്വൽ ടു വി ലുക്കപ്പ് ഫങ്ഷൻസസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. വി ലുക്കപ്പ് ഫങ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക.